ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം മറ്റന്നാൾ ഡൽഹിയിൽ എത്തിക്കും. പ്രത്യേക വിമാനത്തിലായിരിക്കും മൃതദേഹം എത്തിക്കുക. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ നടപടികൾ പൂർത്തിയാക്കി വളരെ വേഗം തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ഏത് തരത്തിലാണ് ആർക്കെ? റിജിത്ത്, നാളെ വൈകിട്ട് ഇസ്രയേലിൽ നിന്ന് പുറപ്പെടാനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. അവിടെ പ്രത്യേക വിമാനത്തിലായിരിക്കും കൊണ്ടുവരിക. ആദ്യം ഡൽഹിയിൽ എത്തിക്കും. ഡൽഹിയിൽ നിന്നായിരിക്കും കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതനുസരിച്ച് നാളെ വൈകിട്ടോടുകൂടി ഇസ്രയേലിൽ നിന്ന് പുറപ്പെടുന്ന വിധത്തിലാണ് സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി അഥവാ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയോ വിമാനത്താവളം അടച്ചിടുകയോ മറ്റോ ചെയ്യേണ്ടി വന്നാൽ മാത്രമേ ഇതിലേതെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ. അല്ലാത്ത പക്ഷം നാളെ വൈകിട്ട് പുറപ്പെടുകയും മറ്റന്നാൾ രാവിലെയോടുകൂടി ഡൽഹിയിൽ എത്തുകയും അതിനുശേഷം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമമാകും ഉണ്ടാവുക. വി മുരളീധരൻ ഇന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി. അവിടെയുള്ള എംബസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമടക്കം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടികളെല്ലാം ശരി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം മറ്റന്നാൾ ഡൽഹിയിൽ